നിങ്ങൾ അർദ്ധരാത്രി റെയിൽവേ സ്റ്റേഷനിലൂടെ ഒറ്റയ്ക്ക് നടന്നിട്ടുണ്ടോ? നിങ്ങൾ റെയിൽവേ പാളം ക്രോസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ സച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ നാട്ടിലെ, അതായത് ഇടുക്കിയിലെ ഒരു റിയൽ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. അത് എൻ്റെ സുഹൃത്ത് കാണുകയുണ്ടായി. അവൻ കണ്ടതിന് ശേഷം എനിക്ക് വാട്സപ്പിൽ ഒരു വോയിസ് നോട്ട് അയച്ചു. എനിക്കും ഇതുപോലെ ഒരു പേടിപ്പെടുത്തുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. നിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിനക്ക് ഞാനത് പറഞ്ഞു തരാം. നിൻ്റെ യൂട്യൂബ് ചാനലിൽ നിനക്കത് പറയാൻ പറ്റുമെങ്കിൽ പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് അവൻ്റെ അനുഭവം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. സംഭവം നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. എൻ്റെ സുഹൃത്ത് ഒരു 3 സ്റ്റാർ റിസോർട്ടിൽ F&B മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. F&B എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫുഡ് ആൻഡ് ബിവറേജ് ആൻഡ് പ്രൊഡക്ഷൻ. F&B ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഡ്യൂട്ടി ടൈമിംഗ് ഉണ്ടെങ്കിലും വളരെ ലേറ്റായിട്ടായിരിക്കും എല്ലാ ഷിഫ്റ്റിൽ നിന്നും ഇറങ്ങുക. 2-3 ഷിഫ്റ്റുകളുണ്ട്. ആ ഷിഫ്റ്റിൽ എല്ലാവരും വർക്ക് ചെയ്യുന്നവർ ഡ്യൂട്ടി ടൈമിങ്ങിന് കറക്റ്റായിട്ട് വരും, പക്ഷേ ഇറങ്ങുന്നത് കുറച്ച് ലേറ്റായിട്ടായിരിക്കും. അങ്ങനെ സെക്കൻഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം കയറുന്ന ഷിഫ്റ്റാണ്. അത് വൈകുന്നേരം 10 മണി 11 മണി വരെ നീണ്ടു നിൽക്കും. അധികം തിരക്കുണ്ടായാൽ 11 മണിയൊക്കെ ആവും ക്ലോസ് ചെയ്ത് ഇറങ്ങുമ്പോൾ. എൻ്റെ സുഹൃത്തിന് ഇതൊരു 2017 കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവമാണ്. എൻ്റെ സുഹൃത്ത് അവിടെ ഒരു 1.5-2 വർഷത്തിനോളം അടുപ്പിച്ച് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. ഈ സംഭവം നടക്കുന്ന സമയത്ത് അവൻ സെക്കൻഡ് ഷിഫ്റ്റിലായിരുന്നു. ഡെയിലി ഇവൻ പോയി വന്നുകൊണ്ടിരുന്നത് സ്വന്തം വണ്ടിയിൽ തന്നെയായിരുന്നു. അവൻ്റെ സ്വന്തം ബൈക്കിലായിരുന്നു പോയി വന്നുകൊണ്ടിരുന്നത്. സംഭവം നടക്കുന്ന അന്ന് സെക്കൻഡ് ഷിഫ്റ്റ് കയറുകയും ചെയ്തു. 11 മണിയായിട്ടും ഡ്യൂട്ടി തീർന്നിട്ടില്ലായിരുന്നു. 12 മണിയായി. 12 മണി വരെ അവന് ഗസ്റ്റിൻ്റെ തിരക്കും കാര്യങ്ങളുണ്ടായിരുന്നു. 12 മണിയായപ്പോഴത്തേക്കും എല്ലാം ക്ലോസ് ചെയ്ത് എല്ലാം സെറ്റിൽ ചെയ്ത് അവൻ ബൈക്കും സ്റ്റാർട്ട് ചെയ്ത് സ്ഥിരം പോകുന്ന വഴിയായതുകൊണ്ട് തന്നെ 12 മണിയായാലും 1 മണിയായാലും വലിയ പേടിക്കാനൊന്നുമില്ല എന്നുള്ള രീതിയിൽ അവൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പോകുന്ന വഴിക്ക് ഒരു ശ്മശാനമുണ്ട്. ശ്മശാനത്തിൻ്റെ അടുത്തൊരു റെയിൽവേ പാളമുണ്ട്. അത് ക്രോസ് ചെയ്ത് വേണം വീട്ടിലേക്ക് പോകാനായിട്ട്. ശ്മശാനത്തിൻ്റെ അടുത്ത് ഇവൻ എത്തിയപ്പോഴത്തേക്കും ദേഹം ആകെ തണുക്കുന്ന പോലെ, പെട്ടെന്നൊരു തണുപ്പ്, കുളിര് കോരുന്ന പോലെ, മരവിക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു. അവൻ വണ്ടി ഓഫ് ചെയ്ത് ഒന്ന് ഇറങ്ങി പുറത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം വീണ്ടും വണ്ടിയിൽ കയറി. പാളം ക്രോസ് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് ഈ തണുത്ത ശരീരം ക്രമാതീതമായിട്ട് ചൂട് കൂടുന്ന ഒരു അവസ്ഥ അവന് ഉണ്ടായി. താപനില വർദ്ധിക്കുകയും വിയർക്കുകയും ശ്വാസോച്ഛ്വാസം കൂടുകയും ഒക്കെ ചെയ്തു. അവന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഹാർട്ട് ബീറ്റ്സ് ഒക്കെ വളരെയധികം കൂടുന്ന പോലത്തെ ഒരു ഫീല് ആ സമയം ഉണ്ടായി എന്നാണ് എന്നോട് പറഞ്ഞത്. വണ്ടി എന്ത് ചെയ്തിട്ടും മുമ്പോട്ട് പോകുന്നില്ല. ഒരു 10-60 കിലോ ബാക്കിൽ ഉള്ളതുപോലെ അവനൊരു ഫീല്. ഒരു 60-65 കിലോയോളം ഉള്ള ഒരു വ്യക്തി പുറകിൽ ഇരിക്കുകയാണെങ്കിൽ എങ്ങനെയാവുമോ ആ ഒരു ഫീൽ അവനുണ്ടായിരുന്നു. അവൻ മിററിലൂടെ നോക്കുകയും പുറകിൽ ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുകയും വണ്ടി വേഗം വിടാൻ ശ്രമിക്കുകയും ചെയ്ത സമയത്ത് പുറകിൽ നിന്ന് ആരോ വലിക്കുന്ന പോലെയും അവന് വണ്ടി ഒരു കാരണവശാലും മുമ്പോട്ട് പോകാത്തൊരവസ്ഥയും ഉണ്ടായി. എന്തൊക്കെയോ ചെയ്ത് അവൻ പെട്ടെന്ന് തന്നെ ആ റെയിൽവേ പാളം ക്രോസ് ചെയ്യുകയും പിന്നെ റോഡിലോട്ട് ഇറങ്ങുകയും ചെയ്തു. റോഡിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു ഹമ്പുണ്ട്. ഹമ്പ് ചാടി ഇറങ്ങിയ സമയത്ത് ആ വെയിറ്റ് പതിയെ കുറഞ്ഞു വരികയും ചെയ്തു. പെട്ടെന്ന് കുറയുന്ന കണ്ടപ്പോഴത്തേക്കും ഇവൻ വണ്ടി സൈഡിൽ ഓഫാക്കി പുറത്തേക്ക് ഇറങ്ങി നോക്കി. അവിടെ സൈഡിലൊക്കെ നോക്കി എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്ന് നോക്കി. ഒന്നും തന്നെ ഇല്ല. ആള് അന്നേരം നന്നായി പേടിച്ചു എന്ന് തോന്നുന്നു. 15 മിനിറ്റ് കൊണ്ട് അവിടുന്ന് ഒരു 15 മിനിറ്റോളം ഉണ്ട് വീട്ടിലേക്ക്. പക്ഷെ അവനൊരു 3-4 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തി എന്നാണ് പറഞ്ഞത്. നമ്മളെല്ലാവരും നടന്ന സംഭവം നമ്മളുടെ വീട്ടിൽ അമ്മയെ അറിയിക്കുന്ന പോലെ തന്നെ അവനും അമ്മയോട് പറഞ്ഞു. എല്ലാ അമ്മമാരും പേടിക്കുന്നത് പോലെ തന്നെ ആ അമ്മയെ ഒന്ന് പേടിച്ചിട്ടുണ്ടാവണം. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നീ പോയി കിടന്നാൽ നിന്റെ തോന്നലായിരിക്കും എന്ന് പറഞ്ഞ് അവനോട് പോയി കിടക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത്? ഇത് അവൻ്റെ വെറും തോന്നലാണോ, സൈക്കോളജിക്കൽ ഫാക്റ്റ് ആണോ, അതോ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ? അടുത്ത ദിവസം രാവിലെ അമ്മ ചെന്ന് വിളിക്കാൻ നേരം ഭയങ്കര പനിയെന്ന് മാത്രമല്ല, ഭയങ്കരമായിട്ട് വിയർത്ത് ചൂടൊക്കെ ആയി ആകപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അവനെ കണ്ടത്. ഒരു ഭ്രാന്തമായ അവസ്ഥ. പെട്ടെന്ന് തന്നെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇടുകയും ഇഞ്ചക്ഷൻ വെക്കുകയും 2 ദിവസം അഡ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. 2 ദിവസത്തെ ഹോസ്പിറ്റൽ ജീവിതത്തിന് ശേഷം വീട്ടിലേക്ക് വരികയും വീണ്ടും വയ്യാതാവുകയും ചെയ്തു. ഒരു
വീണ്ടും വീട്ടിൽ വന്നു. പെട്ടെന്ന് തന്നെ വീണ്ടും വയ്യാതായി. വേറെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അങ്ങനെ ഹോസ്പിറ്റലുകളിൽ മാറി മാറി കാണിച്ച് ഒരു വിധത്തിൽ ആ പനി കാര്യങ്ങളൊക്കെ അവന് പോയി. ഒരു നീണ്ട അവധിക്ക് ശേഷം തിരിച്ചും ജോലിക്ക് പോകാമെന്ന് കരുതി അവൻ രാവിലെ വണ്ടിയൊക്കെ ആയിട്ട് പോയി. ഈ ശ്മശാനം എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ വഴി കൂടെ തന്നെയാണ് പോകുന്നത്. ഇവൻ ആ ശ്മശാനത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ റെയിൽവേ പാളം ക്രോസ് ചെയ്ത് ശ്മശാനത്തിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ വണ്ടി ഒരു ചെറിയ ആക്സിഡൻറ്റ് ഉണ്ടാവുകയുണ്ടായി. വണ്ടി സ്കിഡായി താഴെ വീണു. കൈക്കും കാലിനും ഒക്കെ നല്ല പൊട്ടലായി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ചെറിയൊരു ആക്സിഡൻറ്റ് ആണെങ്കിലും ഒരുപാട് മുറിവുകൾ ഉണ്ടായി ശരീരത്ത്. ശേഷം വീട്ടിൽ വന്ന് വീണ്ടും റെസ്റ്റിലായിരുന്നു. ഈ സമയത്ത് അമ്മയ്ക്ക് ഒരു സംശയം ഉണ്ടാവുകയും പോയി ഇവനോട് കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് എന്താ സംഭവം ഉണ്ടായത് എന്നുള്ളത്. അപ്പോൾ നടന്ന ഇൻസിഡൻറ്റ് അവൻ പറയുമ്പോഴത്തേക്കും ശരി എന്നാൽ നമുക്കൊരു ജോത്സ്യനെ പോയി കാണാമെന്ന് കരുതി അമ്മ ഒരു ജോത്സ്യനെ പോയി കാണുകയും ചെയ്തു. ജോത്സ്യൻ്റെ അടുക്ക ചെന്നു. ജോത്സ്യൻ്റെ അടുക്ക ചെന്നതിന് ശേഷം അവൻ്റെ ജനിച്ച സമയം, നക്ഷത്രം, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വയ്യാതാകുന്നുണ്ട്, എന്താ സംഭവം എന്നറിയില്ല. ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും പനിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫീവറാണ് എന്നുള്ള രീതിയിൽ മരുന്നുകൾ തരുന്നുണ്ട്. പക്ഷെ മരുന്ന് കഴിച്ചിട്ടൊന്നും അവനങ്ങോട്ട് മാനസികമായിട്ടുള്ള ഒരു ഉന്മേഷം ഇല്ലാത്തതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് പ്രശ്നം വെക്കാമെന്ന് പറഞ്ഞ് വന്നതാണെന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ജ്യോത്സ്യർ പ്രശ്നം വെച്ചതിന് ശേഷം ഈ ഉണ്ടായ എല്ലാ സംഭവങ്ങളും അമ്മയോട് പറയുകയുണ്ടായി. റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് അവന് പേടിയുണ്ടായത്. കുറേ കാലങ്ങൾക്ക് മുമ്പ് ട്രെയിൻ തട്ടി മരിച്ച ഒരു സ്ത്രീയുടെ ആത്മാവാണ് അവൻ്റെ കൂടെ ഉള്ളതെന്നും ആ ആത്മാവ് അവനെ കൊല്ലാനാണ് ശ്രമിക്കുന്നത് എന്നും കൂടെ കൊണ്ടുപോകാൻ നോക്കുന്നു എന്നുമൊക്കെയാണ് ജ്യോത്സ്യൻ പറഞ്ഞത്. അപ്പോൾ ഈ ജ്യോത്സ്യൻ പറഞ്ഞതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക. കാരണം അവൻ്റെ അമ്മ ഒരു കാര്യങ്ങളും പറയാതെയാണ് ജ്യോത്സ്യൻ അത്രയും കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞത്. അപ്പോൾ ഇത് സത്യമോ അതോ മിഥ്യയോ? വീട്ടിൽ കുറേ പൂജയൊക്കെ ചെയ്തതിന് ശേഷം അവൻ ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇത് എന്താണ് സംഭവം എന്നുള്ളത് അവൻ ഇപ്പോഴും അറിയുന്നില്ല. കാരണം ഇതൊരു സൈക്കോളജിക്കൽ ഫാക്റ്റ് ആണോ, എനിക്ക് തോന്നിയ സംഭവമാണോ, അതോ ഇത് റിയലായിട്ട് ഉള്ള അതായത് ആ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയുടെ ആത്മാവ് എന്നിൽ ഉണ്ടായിരുന്നോ? അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. പുതിയതായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും